أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد. اللهم اغفر لنا ولوالدينا بشاركنا وبالفاتحين ومصنف الكتاب بشارحه ومحشره وسائر المصنفين. أما بعد، يقول المصنف رحمه الله: والمختار بناء على قبول الترجيح أنه لا يجب الإيماء إليه في الدليل. نعم، മുഖ്താർ ബിനാഅല ഖബൂലി തർജീഹി, മുസ്തദില്ലിന്റെ വസ്ഫിനെ മുആരിദിന്റെ വസ്ഫിനേക്കാൾ റാജിഹാക്കൽ കൊണ്ടുള്ള മറുപടി സ്വീകാര്യയോഗ്യമായ മറുപടി തന്നെയാണ് എന്നതിന്റെ മേലെടുത്തിട്ട്, അഥവാ മുഅ്തമദിന്റെ മേലെടുത്തിട്ട് പിന്നെ ദലീലില് ആ തർജീഹിലേക്ക് ഈമാവ് ചെയ്യൽ നിർബന്ധമുണ്ടോ? അതായത് മുസ്തദില് എന്ത് ചെയ്യാ, ഇങ്ങനെ ഒരു എതിരായ ഒരു വസ്ഫുണ്ട്, പക്ഷെ ആ വസ്ഫല്ല, എന്റെ വസ്ഫാണ് ഏറ്റവും റാജിഹാണ് എന്ന തർജീഹിലേക്ക് എന്ത് ചെയ്യുക, ദലീല് നിർത്തണ സമയത്ത് തന്നെയാണ് സൂചിപ്പിക്കുക. അത് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. കാരണം മുസ്തദില്ലിന്റെ വസ്ഫിനെ മറ്റുള്ള വസ്ഫിനേക്കാൾ റാജിഹാക്കുക എന്നുള്ളത് എന്തല്ല, ദലീല് താമാകാൻ ആവശ്യം, ഖിയാസ് താമാകാൻ ആവശ്യമായ കാര്യമല്ല. പിന്നെ അതിന്റെ എതിരില് വേറെ വസ്തു കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യുക, റാജിഹാക്കുക എന്നല്ലാതെ അവന്റെ ഖിയാസ് താമാകാൻ ചെയ്താൽ മതി. ഓന് മഖീസലേക്ക് ഹുക്കുമുണ്ട് എന്നും ആ ഹുക്കുമ് സുബൂത്താകാനുള്ള കാരണം വസ്ഫാണ് എന്നും ആ വസ്തു ഇവിടെ ഉണ്ട്, അപ്പൊ ആ ഹുക്കും അവിടെ സുബൂത്താവണം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവൻ എപ്പോഴാണ് തെർജീഹ് വരുന്നത്, തെർജീഹിന്റെ ആവശ്യം എപ്പോഴാ വരുന്നത്? അത് മുസ്തദിൽ മുഅ്തരിദ് വേറൊരു വസ്ഫിനെ കൊണ്ടുവരുന്ന സമയത്തേ എന്റെ തെർജീഹിന്റെ ആവശ്യമുള്ളൂ. അപ്പോ ഈ മുആരിദ് മറ്റേ വസ്ഫിനെ കൊണ്ടുവരാത്തോളത്തോളം കാലം ആ വസ്ഫിനേക്കാൾ തന്റെ വസ്ഫ് റാജിഹാണ് എന്നതിലേക്ക് സൂചിപ്പിക്കൽ ആർക്ക് നിർബന്ധമില്ല? മുസ്തദില്ലിന് നിർബന്ധമില്ല. പിന്നെ അവനെപ്പോഴേ അത് നിർബന്ധമാവുള്ളൂ? അത് മുആരിദ് പിന്നെ വസ്ഫിനെ, അതിന്റെ എതിരിനെ, നഖീദിനെ, ളിദ്ദിനെ തേടുന്ന വസ്ഫിനെ കൊണ്ടുവരുമ്പോഴേ അത് ആവശ്യമുള്ളൂ. അപ്പൊ ലാ യജിബുൽ ഈമാഉ ഇലൈഹി ബിദ്ദലീൽ, ലാ യജിബുൽ ഈമാഉ ഇലൈഹി ഐ ഇലാ ദാക തർജീഹ്, ഐ ഇലാ തർജീഹി വസ്ഫിഹി അലൽ വസ്ഫിൽ മുആറദ് ബിഹി, അതിലേക്ക് ഈമാവ് നിർബന്ധമില്ല. ബിദ്ദലീൽ ഇബ്തിദാഅൻ ഈമാവ് എന്ന് പറഞ്ഞാൽ മുആറദ വരുന്നതിന്റെ മുമ്പ് അതിലേക്ക് തർജീഹിലേക്ക് ഈമാവ് നിർബന്ധമില്ല. وقيل يجب لأن الدليل لا يتم بدون دفع المعارض, കാരണം ദലീല് തമാവുല ബിദൂനി ദഫ്ഇൽ മുആരിദ, ഉജീബ ബിഅന്നഹു ലാ മുആരിദ ഹീനഇദിൻ, ബിഅന്നഹു ലാ മുആരിദ, മുആരിദ് ഇല്ലല്ലോ ഹീനഇദിൻ, ആ സന്ദർഭത്തിൽ, അഥവാ ഇബ്തിദാഅൻ മുആരിദ് വസ്ഫിനെ കൊണ്ടുവരുന്നതിന്റെ മുമ്പ് മുആരിദ് ഇല്ലല്ലോ. ഫലാ ഹജത ഇലാ ദഫ്ഇഹി ഖബ്ല വുജൂദിഹി, അപ്പോൾ ആ മുആരിദിനെ ദഫ്ഇ ചെയ്യുക, തന്റെ വസ്ഫിനെ അതിനേക്കാൾ റാജിഹാക്കൽ കൊണ്ട് അതിനെ ദഫ്ഇ ചെയ്യേണ്ട ആവശ്യമില്ല അതുണ്ടാവുന്നതിന്റെ മുമ്പ്. وهذه المسألة ذكرها الآمدي ومن تبعه في الاعتراضات,
وذكرها هنا أنسب لأنها تؤول إلى شرط في الفرع وهو أن لا يعارض كما عده الآمدي هنا. ووجهه أن الدليل لا يثبت المدعى إلا إذا سلم عن المعارض. പിന്നെ ഈ മസല ആമിദിയും കൂട്ടരും എവിടെ പറഞ്ഞിട്ടുള്ളത്? ദലീലിന്റെ മേലില് വരുന്ന ഖിയാസിന്റെ മേലിൽ വരുന്ന ഇഅ്തിറാദാത്ത് അഥവാ ഖവാദിഹുൽ ഖിയാസിലാണ്. ഖിയാസിന്റെ മേലിൽ വരുന്നതായിരിക്കുന്ന ചോദ്യങ്ങൾ, ഖവാദിഹ്, ഇഅ്തിറാദാത്ത്, അവിടെയാണ് ഈ മസല അവര് പറഞ്ഞിട്ടുള്ളത്. മുസന്നിഫ് അമർ ഈ മസല എവിടെ പറഞ്ഞു? ഫർഇന്റെ ഷർത്തുകളെ കൂട്ടത്തിൽ പറഞ്ഞു. മുസന്നിഫ് പറഞ്ഞത് ചെയ്തതാണ് നല്ലത് എന്നാണ്. ദിക്റുഹാ ഹുനാ ദിക്റു ഹാദിഹിൽ മസ്അല ഹുനാ അൻസബ്, ഇവിടെ അഥവാ ഫർഇന്റെ ശുറൂത്തിൽ പറയലാണ് ഏറ്റവും അനുയോജ്യം. ലഅന്നഹാ തഊലു ഇലാ ഷർത്തിൻ, കാരണം ഈ മസ്അല ഫർഇലുള്ള ഒരു ഷർത്തിലേക്ക് മടങ്ങും. ഈ മസ്അലന്റെ മആല് ഫർഇൽ ഉള്ള ഒരു ഷർത്ത് പറയലാണ്. എന്താണ് ആ ഷർത്ത്? അല്ലാ യുആറദ്. ഫർഇന്റെ ഷർത്തുകളിൽ പെട്ടതാണ് അല്ലാ യുആറദ്, ഐ അല്ലാ യകൂനൽ ഫർഉ മുആറദൻ. എങ്ങനെ മുആറദ് ആകാതെക്കലോ? നോക്കല് തീരെ മുആരിദ് ഇല്ലാതെക്കലോ ഉണ്ട്, അല്ലെങ്കിൽ മുആറദ നിഷ്പ്രയാസം ദഫ്അ ചെയ്യാൻ കഴിയല് കൊണ്ട് ഫർഉ മുആറദാകാതിരിക്കൽ ഫർഇന്റെ ഷർത്തുകളിൽ പെട്ടതാണ് എന്നാണ് ഈ മസ്അലയുടെ ചുരുക്കം. അപ്പൊ ഈ മസ്അല ഏതിലേക്ക് മടങ്ങുന്നതാണ്? ഫർഇന്റെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്തിലേക്ക് മടങ്ങുന്നതാണ്. അപ്പൊ ഫർഇന്റെ ഷർത്തുകളുടെ ചർച്ചയിലാണ് അത് ഈ മസ്അല പറയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ وذكرها هنا أنسب لأنها تؤول إلى شرط في الفرع وهو أي وذلك الشرط ألا يعارض. ഫർഅ മുആറദ ചെയ്യാടക്കപ്പെടുക എന്ന് തന്നെ. മുആറദ ചെയ്യാതെപ്പെടുക എന്ന് പറഞ്ഞാൽ മുആറദ ദഫ്അ ചെയ്യാൻ കഴിയാത്ത മുആറദ ചെയ്യപ്പെടാതെക്കുക. മുആറദ ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, അപ്പൊ നമ്മളെ ഉദാഹരണത്തിലൊക്കെ ഉള്ള മാതിരി. പക്ഷെ അതിനെന്ത് ചെയ്യാൻ മതി? ദഫ്അ ചെയ്യാൻ പറ്റിയാൽ മതി. നോക്കല് അതിന്റെ വസ്ഫ് ഇല്ലത്തിന് പറ്റിയതല്ല, കാരണം ഖഫിയാണ്, അല്ലെങ്കിൽ മുൻളബിത്തല്ല, അല്ലെങ്കിൽ അതിനോടത്തുണ്ടായിട്ട് വെക്കും അവിടെ ഇല്ല, അല്ലെങ്കിൽ അത് പിന്നെ എന്ന് പറയൽ കൊണ്ടോ, അല്ലെങ്കിൽ വസ്ഫാണ് അതിനേക്കാൾ റാജിഹ്, കാരണം എന്റെ വസ്ഫിന്റെ മസ്ലക്കിനേക്കാൾ ഖവിയാണ് എന്നൊക്കെ പറയൽ കൊണ്ടോ ഒക്കെ ആ മുആറദനെ ദഫ്അ ചെയ്യാൻ ചെയ്ത് പറ്റിയാലും മതി. അപ്പൊ അല്ലാ യുആറദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാ യകൂനൽ ഫർഉ മുആറദൻ. എങ്ങനെ മുആറദാകാതെക്കലോ? നോക്കി തീരെ മുആറദ അതിന്റെ ഇതിൽ മുആറദ ഇല്ല, അല്ലെങ്കിൽ മുആറദ നിഷ്പ്രയാസം ദഫ്അ ചെയ്യാൻ പറ്റുക. പിന്നെ وهو ألا يعارض كما عده الآمدي هنا. ووجه هذا الشرط توجيه هذا الشرط, ഈ ഫർഇനെ മുആറദ ചെയ്യപ്പെടാതെക്കൽ ഫർഇന്റെ ഷർത്താണ് ആകാനുള്ള ന്യായീകരണം എന്താണ്? അന്ന ദലീല ലാ യുസ്ബിതുൽ മുദ്ദഅ, ദലീൽ വാദത്തിനെ സുബൂത്താക്കൂല ഇല്ലാ ഇദാ സലിമ, ദലീൽ രക്ഷപ്പെട്ടാലല്ലാതെ, അനിൽ മുആരിദിനെ തൊട്ട് രക്ഷപ്പെട്ടാലല്ലാതെ ദലീൽ ദഅവനെ സുബൂത്താക്കൂല എന്നുള്ളതാണ് ഇത് ഷർത്താകാനുള്ള വജ്ഹ് അഥവാ തൗജീഹ്. ولا يقوم القاطع ولا خلافه وفاقا ولا خبر الواحد عند الأكثر. نعم. ولا يقومون എങ്ങനെ വായിക്കണ്ടേ? വലാ യഖൂമ എന്നാണ് വായിക്കേണ്ടത്. കാരണം ഈ ഫിഅല് ഒരു സ്വരീഹായ ഇസ്മിന്റെ മേൽ അത്ഫാണ്.
അതേതാ സരീഹായ ഇസ്മ? അത് മുസന്നിഫിന്റെ വാക്ക. ومن شروطه وجود تمام العلة فيه. തമാമുൽ ഇല്ല ഫർഇലുണ്ടാകല് ഫർഇന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. വലാ യഖൂമൽ ഖാതിഉ വഅല്ലാ യഖൂമൽ ഖാതിഉ അലാ ഖിലാഫിഹി. യഖീനെ പാദിപ്പിക്കുന്ന ഒരു ദലീല് ആ ഖിയാസിന്റെ എതിരിലില്ലാതെക്കലും ഫർഇന്റെ ഷർത്തുകളിൽ പെട്ടതാണ്. അപ്പൊ ഒമിൻ ശുറൂത്തി എന്ന ഖബർ മുഖദ്ദാണ്. വുജൂദ് എന്ന മുഖ്തദ മുഅഖറാണ്. ഏതൊരു ഇസ്മു മുത്തലയായി സംഭവിക്കുന്നുവോ ആ ഇസ്മു സരീഹായ ഇസ്മാണ്, ഫിഅലിന്റെ തഅ്വീലല്ല. അങ്ങനത്തെ ഒരു ഇസ്മിന്റെ മേലിൽ ഒരു ഫിഅലിനെ അത്ഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിഅല് മൻസൂബായിരിക്കും. എന്തുകൊണ്ട്? വാഹിറായ അന്നുകൊണ്ടോ മുസ്തതിറായ അന്നുകൊണ്ടോ. വഇന്നൽ ഇസ്മിൻ ഖാലിസിൻ ഫിഅലുൻ നഖിഫ് തൻസീബുഹു അൻ സാബിതൻ ഔ മുൻഹദിഫ്. അപ്പൊ ഇവിടെ വലായഖൂമ അപ്പത് വലുബ്സു അബാഅത്തിൻ വതഖറഅൈനി എന്ന് പറഞ്ഞ മാതിരിയാണ്. വലുബ്സു അബാഅത്തിൻ വഖുറത്തു ഐനി. വലായഖൂമൽ ഖാതിഉ അലാ ഖിലാഫിഹി. അപ്പോ ഖിയാസ് ഫർഇലൊരു ഹുക്മിനെ സുബൂത്താക്കണ്. പക്ഷെ ഫർഇല് അതിന്റെ നേരെ നഖീദിനെയോ അല്ലെങ്കിൽ ളിദ്ദിനെയോ ഒരു വേറൊരു ദലീല് സുബൂത്താക്കുന്നുണ്ട്. ആ ദലീലാണെങ്കിൽ അതെന്താണ്? യഖീനെ ഫായിദപ്പിക്കണ ദലീലാണ്. ഏതുപോലെ? ഖുർആൻ പോലെ, ആയത്ത് പോലെ. ആയത്ത് പറഞ്ഞാല് ഖത്ഇയ്യുദ്ദലാലത്തായ ആയത്ത്, അല്ലെങ്കിൽ ഖത്ഇയ്യുദ്ദലാലത്തായ ഖബറു മുതവാത്തിറായ ഹദീസ്, അല്ലെങ്കിൽ ഖത്ഇയായ ഒരു ഇജ്മാഅ്. അതൊക്കെ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണ്? ഫർഇന് നേരെ ഓപ്പോസിറ്റ് ഹുക്മ് സുബൂത്താകുകയാണ്. അപ്പോ പിന്നെ അവിടെ ഖിയാസിന് ഒരു അർത്ഥമില്ല. കാരണം ആ ഖിയാസ് ഫാസിദുൽ ഇഅ്തിബാറായ ഖിയാസാണ്. ഖിയാസ് മുഅ്തബറല്ല. ولا يقوم القاطع على خلافه أي خلاف الفرع في الحكم وفاقا. ശേഷം പറയാൻ പോണ്ടേ ഖിയാസിന്റെ മേല് വാരിതാവുന്ന എത്തിറാദുകളിൽപ്പെട്ട എത്തിറാദായിട്ട് ഖിയാസ് ഫാസിദുൽ ഇഅ്തിബാറാകുക, ഫാസിദുൽ വദഅാകുക എന്നൊക്കെ പറയുന്നുണ്ട്. ഫാസിദുൽ ഇഅ്തിബാറാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മുഅ്തബറല്ലാതെക്കുക. എങ്ങനെ മുഅ്തബറല്ലാതെക്കല്? അതിനേക്കാൾ അഖ്വയായ ഒരു ദലീൽ അതിനോട് എതിരാകലുകൊണ്ട്. അപ്പൊ ഏതൊരു ദലീല്, ഏതൊരു ഖിയാസിന്റെ എതിരില് ഒരു ഖത്ഇയായ ദലീലുണ്ടോ അവിടെ ആ ഖിയാസ് മുഅ്തബറല്ല. അപ്പോ വലാ യഖൂമ ഖാതിഉ അലാ ഖിലാഫിഹി ഖിലാഫിൽ ഫർഇ ഫിൽ ഹുക്മി. അപ്പോ ഖിയാസ് എന്ത് ചെയ്യുന്നു? ഫർഇല് ഇന്നാലിന്റെ ഹുക്മുണ്ട് സുബൂത്താക്കണ്. അതേസമയം ഒരായത്തുണ്ട്, അല്ലെങ്കിൽ മുതവാത്തിറായ ഹദീസുണ്ട്, ഖത്ഇ ദലാലത്തായ അല്ലെങ്കിൽ ഖത്ഇയായ ഇജ്മാഅ് ഉണ്ട്. എന്ത്? ഫർഇന്റെ ഹുക്മ് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്നാ അവിടെ ആ ഖിയാസിന് യാതൊരു സ്ഥാനവുമില്ല. وإذ لا صحة للقياس في شيء مع قيام دليل قاطع على خلافه. ولا يقوم خبر الواحد على خلافه عند الأكثر എന്ന് പറഞ്ഞാല് ഖിയാസിന്റെ ഇതിൽ ഖബർ വാഹിദ് നിൽക്കാതെക്കലും അക്തരീങ്ങളെടുക്കൽ എന്താണ്? അത് പിന്നെ ഷർത്ത് തന്നെയാണ്. അതായത് ഈ ഖിയാസും ഖബർ വാഹിദും ഇത് രണ്ടിന്ന് ഏറ്റവും അഖ്വയായ ദലീൽ ഏതാണ്? ഖബർ വാഹിദാണ്. സഹിയായ ഹദീസ്, മുതവാത്തിർ അല്ലെങ്കിലും സഹിയായ ഹദീസ്, അല്ലെങ്കിൽ ഹസനായ ഹദീസ്, ലക്ഷ്യത്തിന് പറ്റുന്ന ഒരു ഹദീസ്, ആ ഹദീസും ഖിയാസ് വെച്ച് നോക്കുമ്പോൾ ഖിയാസ് അതിന്റെ താഴെയാണ്.
അപ്പോ അതുകൊണ്ട് തന്നെ ഏത് ഒരു കിയാസ് ഫറയിലുള്ള ഹുക്കുമ് ഇന്നതാണ് എന്നതിന്റെ പേരിൽ ഒരു കിയാസ് അറിയിക്കണ്. പക്ഷേ ഒരു ലക്ഷ്യത്തിന് പറ്റുന്ന ഖബർ വാഹിദ് അതിന്റെ ഹുക്കുമ് നേരെ എതിരാണ് എന്ന് അറിയിക്കുന്നു. എന്നാൽ ഈ കിയാസിന് യാതൊരു സ്ഥാനവുമില്ല. ولا يقوم خبر الواحد على خلافه عند الأكثر فيقدم عندهم على القياس فيقدم عندهم. അപ്പോ ഖബർ വാഹിദിനെ ഈ ഖിയാസിനേക്കാൾ മുന്തിക്കപ്പെടും. ഖിയാസിനേക്കാൾ ഖബർ വാഹിദിനാണ് മുൻഗണന അക്തരീങ്ങൾ അടുക്കല്. കമാ തഖദ്ദമ ഫീ മബഹദിഹി, അത് ഖബർ വാഹിദിന്റെ മബഹദിലേക്ക് കിതാബു സുന്നയിൽ മുന്തി പോയിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. وَلْيُسَاوِي الْأَصْلَ وَحُكْمُهُ حُكْمَ الْأَصْلِ فِيمَا يُقْصَدُ مِنْ عَيْنٍ أَوْ جِنْسٍ. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കണ ഏത് ഫറഇന്റെ ഷർത്തുകളിൽ പെട്ടതാണ് ഇല്ലത്ത് പരിപൂർണമായും ഫറഇലുണ്ടാവൽ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഫറഇൽ അതുണ്ട് എന്ന് ഉറപ്പാണ്, അതാണ് ഇല്ലത്ത് എന്ന് ഉറപ്പാണെങ്കിൽ ഖിയാസ് ഖത്ഇയാണ്. അത് രണ്ടാലൊന്ന് തന്നെ ഉണ്ടെങ്കിൽ ദലീൽ എന്താണ്? ഖിയാസുല്ലദ്വനാണ് അല്ലെങ്കിൽ വന്നിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പറയാൻ പോണത് ഏതിലാണ് ഫറഇ അസ്ലിനോട് കൂറാവേണ്ടത്. ഇല്ലത്തിന്റെ നൗഅ് കൂറായക്ക് തന്നെ കൂറാവണോ, അതോ ഒന്നൂക്കൽ നൗഇല് അല്ലെങ്കിൽ ജിൻസില് രണ്ടാലൊന്നില് കൂറായാ മതിയോ? അപ്പൊ ആദ്യം മുസാവാത്ത് ഷർത്താണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് എന്തിലാണ് മുസാവാത്ത്, മുസാവാഫിഹി ഏതാണ് എന്നാണ്. അപ്പോ തക്റാറില്ല. ഇതാദ്യം പറഞ്ഞതിന്റെ തനി ആവർത്തനല്ല. അവിടെ എന്ത് പറഞ്ഞിട്ടുള്ളൂ? മുസാവി ആവണം, അല്ല അഥവാ ഫറയില് പിന്നെ അസുലിന്റെ ഇല്ലത്ത് ഉണ്ടാവണം. ഇല്ലത്ത് ഉണ്ടാവണം എന്ന് പറയുമ്പോ ചിലപ്പോ എന്താ തോന്നുക, ആ അസുലിലുള്ള ഇല്ലത്ത് അതിന്റെ നൗഅൻ ഉണ്ടാവണം, ജിൻസൊന്നും ഉണ്ടായാ പോരാന്ന്. അങ്ങനല്ല. فليساوي الفرع الأصل وحكمه حكم الأصل فيما يقصد من عين أو جنس എന്ന് പറഞ്ഞാൽ ഫറഇൽ സുബൂത്താവുന്ന ദലീൽ കൊണ്ട് ഫറഇൽ സുബൂത്താവുന്നതായിരിക്കുന്ന ഹുക്മ് അസ്ലിൽ സുബൂത്തായ അതേ ഹുക്മിന്റെ നൗഅപ്പെട്ടതായിരിക്കുന്ന ഹുക്മന്നാവണോ? ഒന്നിരിക്കലും അങ്ങനെ ആവണം, അല്ലെങ്കിൽ അതിന്റെ ജിൻസിൽപ്പെട്ടതായിരിക്കുന്ന ഒരു ഹുക്മായാലും മതി. പിന്നെ വലിയുസാവിൽ ഫറഉൽ അസ്ല, ഫറഅ് അസ്ലിനോട് സമമാവട്ടെ. എന്തില്? ഫീമാ യുഖ്സദു മിൻ ഐനിൻ ഔ ജിൻസിൻ, അതായത് ഇല്ലത്തിന്റെ നൗഇലോ ജിൻസിലോ പിന്നെ ഐനിലോ ജിൻസിലോ. ഐന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഷഖ്സല്ല, ഷഖ്സ് മുഹാലാണ്, ഷഖ്സുൽ ഖുറാൽ മുഹാലാണ്. കള്ളിന്റെ ഇസ്കാറ് നബീദിലുണ്ടാകല് അത് മുഹാല. ഇസ്കാറ് അത് രണ്ടും നൗഅന്നാണ്. നേരെ മറിച്ച് കള്ളിന്റെ ഇസ്കാറ് നബീദിന്റെ ഇസ്കാറ് അത് രണ്ടും രണ്ട് ഫർദാണ്. അപ്പൊ മഖീസ് അലയിലുള്ളതായിരിക്കുന്ന ആ ഫർദ് മഖീസിലുണ്ടാകുക എന്നുള്ളത് മുഹാല. പിന്നെ അതിന്റെ നൗഅപ്പെട്ട വേറൊരു ഫർദ് ഉണ്ടാകുക, അല്ലെങ്കിൽ അതിന്റെ ജിൻസ് പെട്ട വേറെ ഒരു ഫർദ് ഉണ്ടാകുക, അതാണ് സാധ്യമാകുക. എന്ന് പറഞ്ഞാൽ ഖിയാസ് കൊണ്ട് ഫറഇൽ സുബൂത്താവുന്ന ഹുക്മ് എന്താവണം? മഖീസ് അലയിൽ സുബൂത്തായ അതേ ഹുക്മ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ഒന്ന് ഫറഇൻ്റെതാണ്, ഒന്ന് ഫറഇലാണ്, മറ്റത് അസ്ലിലാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോ രണ്ടും എന്തായി? നൗഇലൊത്തു. അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താണ് ഫറഇല് ഉള്ള സുബൂത്താവുന്ന ഹുക്കുമ് അസ്ലില് സുബൂത്താവുന്നതിന്റെ ജിൻസിൽപ്പെട്ടതായിരിക്കുന്ന ഹുക്കുമല്ല. بالنسبة إلى الأول أي عين العلة أو جنسها بالنسبة إلى الأول നമുക്ക് വളർന്നുണ്ട് ഫറഅ് അസ്ലിനോട് സമമാകലുണ്ട്. അതുകൊണ്ട് ചേർത്ത് നോക്കിയിട്ട് ഫറഅ് അസ്ലിനോട് ഇല്ലത്തിന്റെ ഐനില് അഥവാ ഇല്ലത്തിന്റെ നൗഇല് ഇല്ലത്തിന്റെ ജിൻസിൽ വൈനിൽ ഹുക്മി ഔ ജിൻസിഹി ബിന്നിസ്ബത്തി ഇല സാനി അഥവാ ഫറഇന്റെ ഹുക്മ് അസ്ലിന്റെ ഹുക്മിനോട് സമമാവുന്ന വിഷയത്തില് എന്താ ഉദ്ദേശം? ഹുക്മിന്റെ ഫറഇന്റെ ഹുക്മ് അസ്ലിന്റെ ഹുക്മിനോട് ഐനിനോ ജിൻസിലോ കൂറാകുക. مثال المساواة في عين العلة قياس النبيذ على الخمر في الحرمة بجامع الشدة المطربة فإنها موجودة في النبيذ بعينها نوعا لا شخصا. അപ്പോ ഫറഇന്റെ ഇല്ലത്ത് അസ്ലിന്റെ ഇല്ലത്തിനോട് ഐനില് അഥവാ നൗഇല് കൂറായതിന്റെ ഉദാഹരണം ഖംറിനോട് എന്ത് ചെയ്യുക? നബീദിനെ ഖിയാസാക്കുക. മഖീസ് നബീദ്, മഖീസ് അലൈഹി ഖംർ. ജാമിഅ എന്താണ്? അശ്ശിദ്ദത്തുൽ മുത്രിബ, തറവുണ്ടാക്കുന്നതായിരിക്കുന്ന അങ്ങേയറ്റം ഈ ഉന്മേഷം ഉണ്ടാക്കുന്നതായിരിക്കുന്ന രൂപത്തിലുള്ള ഷിദ്ദത്ത് അഥവാ ഇസ്കാറ്, അതാണ് ഇല്ലത്ത്. ഹുക്കം എന്താണ്? ഹുർമത്താണ്. അപ്പം നബീദ് ഹറാമാണ്, ഖംറ ഹറാമായതുപോലെ. കാരണം ഖംറ ഹറാമാകാനുള്ള കാരണം അതിലുള്ളതായിരിക്കുന്ന ഇസ്കാറാണ്. അതേ ഇസ്കാർ അതും ഉദ്ദേശിച്ച് എന്താണ്? രണ്ടും ഷഖ്സ്, രണ്ട് ഫർദാണ് എന്നേ ഉള്ളൂ. രണ്ടും ഒരേ നൗഅനാണ്. അങ്ങനത്തെ ഇസ്കാറോട് എന്തുണ്ട്? നബീദിലുണ്ട്. അപ്പൊ നബീദ് ഹറാമാവണം. فإنها موجودة في النبيذ فإن شدة المطربة موجودة في النبيذ. നബീദിലുണ്ട്. ബിഐനിഹ, അതിന്റെ ഐനിനോട് വന്ദിച്ച നിലക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ നൗഇനോട് വന്ദിച്ച നിലക്ക്, അതിന്റെ ഷഖ്സിനോട് വന്ദിച്ച നിലക്ക് എന്നല്ല. بعينها نوعا لا شخصا. ومثال المساواة في جنس التي قياس الطرف على النفس في ثبوت القصاص بجامع الجناية فإنها جنس لإتلافهما. പിന്നെ ഇല്ലത്തിന്റെ ജിൻസില് ഫറഅ് അസ്ലിനോട് കൂറാകുന്നതിന്റെ ഉദാഹരണം ഒരു ഫർദിയായ ഉദാഹരണം കേട്ടോ. ശരിക്ക് ഒരു ഉദാഹരണം പറയാ എന്നേ ഉള്ളൂ. പിന്നെ എന്താ? തറഫിനെ ഒരാൾ എന്ത് ചെയ്തു? മറ്റൊരാളുടെ കൈ അല്ലെങ്കിൽ കാല് മുറിച്ചു, അല്ലെങ്കിൽ ചെവി അരിഞ്ഞു, അല്ലെങ്കിൽ മൂക്ക് ചെത്തി. എന്നാല് അത് അംദൻ ഉദ്വാനനാണെങ്കിൽ അവനോട് മുക്കാഫിയായ ആള് ഒരു മനുഷ്യനെ അഥവാ അവനേക്കാൾ താന്നവനല്ല, ഒരു കാഫിറിനല്ല, അല്ലെങ്കിൽ ഒരു പിന്നെ അബ്ദിനല്ല, തന്ത മോനെ അങ്ങനെയല്ല, അസ്ല് ഫറഇനിയല്ല, മനഃപൂർവ്വമാണ്. എന്നാ അവിടെ എന്തുണ്ട്? കൈ ചെത്തിയാൽ പകരം കൈ മുറിച്ചാൽ പകരം കൈ മുറിക്കും. അതാണല്ലോ അപ്പൊ ഖിസാസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഖിസാസ് സുബൂത്താവുന്ന വിഷയത്തില് ഖത്ഉ തറഫിന് അഥവാ ഖത്ഉൽ ഉദ്വിനെ ഇതിനോട് ഖിയാസാക്കുക, ഖത്ലുൻ നഫ്സിനോട് ഖിയാസാക്കുക. ഒരു മനുഷ്യൻ ഓന്റെ ഫർഅല്ലാത്ത ഓനോട് മുക്കാഫിയായ ഒരാളെ മനഃപൂർവ്വം അംദൻ ഉദ്വാനായിട്ട് കൊന്നാൽ അവിടെ ഖിസാസ് ഉണ്ട് എന്നതുപോലെ അവിടെ ഇല്ലത്ത് ഏതാണ്? ഫറഇലുള്ളതായിരിക്കുന്ന ഇല്ലത്ത് അത് ഇത്ലാഫു തറഫ് എന്ന് പറഞ്ഞ പിന്നെ ജിനായത്ത. അസ്ലിലുള്ളതോ ഇത്ലാഫു നഫ്സ് പറഞ്ഞ ജിനായത്തും. ജിനായത്ത് പറഞ്ഞ ഒരു ജിൻസാണ്. അതിന്റെ കാര്യത്തിൽ രണ്ട്
പിന്നെ നൗറുണ്ട്. ഒന്ന് ഇത്ലാഫു തറഫ്, ഒന്ന് ഇത്ലാഫു അന്നഫ്സ്. അപ്പൊ ഇവിടെ അസുലുള്ള പിന്നെ ഇല്ലത്തിന്റെ ജിൻസ്പ്പെട്ട ഒരു ഇല്ലത്താണ് എന്നല്ലാത്ത അതിന്റെ നൗഴപ്പെട്ട ഒരു ഇല്ലത്ത് പറയിലില്ല. അത് അതിന്റെ ജിൻസ്പ്പെട്ടതാണ്. പിന്നെ ومثال المساواة في عين الحكم قياس പിന്നെ ومثال المساواة في جنس العلة قياس الطرف على النفس في ثبوت القصاص بجامع الجناية فإنها جنس لإتلافهما. ഈ ജിനായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ജിൻസാണ്. ആ ജിൻസിന്റെ കാര്യത്തിൽ രണ്ട് നൗറുണ്ട്. ഒന്ന് ഇത്ലാഫു തറഫും ഇത്ലാഫു നഫ്സും. مثال المساواة في عين الحكم قياس القتل بمثقل على القتل بمحدد في ثبوت القصاص فإنه فيهما واحد. പിന്നെ ഐനുൽ ഹുക്ം ഖിയാസ് കൊണ്ട് ഫറഇൽ സുബൂത്താവുന്ന ഹുക്ം അസ്ലുള്ള ഹുക്മിന്റെ ഐന് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ നൗ തന്നെ ഒരേ നൗപ്പെട്ടതായിരിക്കും രണ്ട് ഫർദ് സുബൂത്താകുക. അതിന്റെ ഉദാഹരണം എന്ത് ചെയ്യുക, മുസക്കല് കൊണ്ടുള്ളതായിരിക്കുന്ന കൊല എന്ന് പറഞ്ഞാൽ മൂർച്ചല്ല, കനം കൊണ്ട് കൊല്ലുന്നതായിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു കല്ലോ വലിയൊരു പാറക്കല്ലോ കൊണ്ട് ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരു തൂണുകൊണ്ട് അടിച്ചു കൊന്നു, അങ്ങനെയൊക്കെ കൊന്നാല് അവിടെ ഖിസാസ് ഉണ്ട്. ഏതുപോലെ മുഹദ്ദദ് കൊണ്ട്, വാള് കൊണ്ടോ കുന്തം കൊണ്ടോ കത്തി കൊണ്ടോ ഒക്കെ കൊന്നാൽ അവിടെ ഖിസാസ് ഉള്ള മാതിരി തന്നെ മുസക്കല് കൊണ്ട് കൊന്നോടത്തും ഖിസാസ് ഉണ്ട്, മുഹദ്ദദ് കൊണ്ട് കൊന്നോടത്ത് ഖിസാസ് ഉള്ളത് പോലെ തന്നെ. അവിടെ ഇപ്പം മഖീസ് ഏതാണ്? ഖത്ല് ബി മുസക്കൽ. മഖീസ് അലൈഹി ഖത്ല് ബി മുഹദ്ദദ്. ഹുക്മ ഏതാണ്? അത് പിന്നെ ഖിസാസ് സുബൂത്താകുകയാണ്. ഇല്ലത്ത് ഏതാണ്? ഇല്ലത്ത് അംദുൻ ഉദ്വാൻ, അൽ ഖത്ലു അംദൻ ഉദ്വാന. فإنه فيهما واحد والجامع كون القتل عمدا عدوانا. ومثال المساواة في جنس الحكم قياس بضع الصغيرة على مالها في ثبوت الولاية للأبي بالجد بجامع الصغر فإن الولاية جنس لولايتي النكاح والمال. പിന്നെ സഗീറത്ത് ഒരു പ്രായം ചെയ്യാത്തതായിരിക്കുന്ന പെൺകുട്ടിന്റെ ഫർജിനെ ഖിയാസാക്കുക, ഓളെ മാലിന്റെ മേലിൽ ഖിയാസാക്കുക. ഏത് വിഷയത്തില്? ഓളെ വാപ്പാക്കും പാപ്പാക്കും വിലായത്തുണ്ട് എന്നുള്ള വിഷയത്തിൽ. സഗീറത്തിന്റെ മാലില് വാപ്പാക്കും പാപ്പാക്കും വിലായത്തുണ്ട്. ഓലാണ് ഓളെ വലിയ എന്ന് പറഞ്ഞാൽ ഓളെ മുതല് സൂക്ഷിക്കാനും അതിൽ വർധനവുണ്ടാക്കാനും അതില് സക്കാത്തും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും അതിൽ നിന്ന് ഓളെ പേരിൽ ചെലവാക്കാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന അധികാരം ഓളെ വാപ്പാക്കും പാപ്പാക്കുമാണ്. എന്ന് പറഞ്ഞ മാതിരി ഓളെ സമ്മതം കൂടാതെ തന്നെ ഓളെ കെട്ടിക്കാനുള്ളതായിരിക്കുന്ന അധികാരവും അവർക്ക് രണ്ടാക്കുണ്ട്. പിന്നെ എന്താണ് കാരണം? വിലായത്തുണ്ടാകാനുള്ള കാരണം ഓള് സഗീറത്താണ്, മൈനറാണ് എന്നുള്ളതാണ്. അപ്പൊ മൈനറായതുകൊണ്ട് മാലിന് വിലായത്തുണ്ടെങ്കിൽ അതുപോലെ മൈനറായതുകൊണ്ട് വിലായത്തുൻ നിക്കാഹും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇജ്ബാർ ഫിൻ നിക്കാഹ്, സമ്മതം കൂടാതെ കെട്ടിക്കാനുള്ള അധികാരം. പിന്നെ ബിജാമിഉ സിഗരി ഫൈനൽ വിലായത്ത. അപ്പൊ അവിടെ ഫറഇല് സുബൂത്താവുന്നത് എന്താണ്? വിലായത്തുൻ നിക്കാഹാണ്. അസ്ലുള്ള വിലായത്തുൽ മാലാണ്. അത് രണ്ടും രണ്ടാണ്. വിലായത്തുൽ മുദ്അ എന്ന് പറഞ്ഞാൽ അപ്പൊ കെട്ടിക്കാനുള്ളതായിരിക്കുന്ന അധികാരാണ്. വിലായത്തുൽ മാല് പറഞ്ഞാൽ സ്വത്ത് സംരക്ഷിക്കാനും അതിൽ വർധനവുണ്ടാക്കാനും അതിന് കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന അധികാരാണ്. അത് രണ്ടും വിലായത്ത് എന്ന് പറഞ്ഞ ജിൻസുപെട്ടതായിരിക്കുന്ന രണ്ട് നൗആണ്.
അപ്പോൾ ഈ ഖിയാസ് കൊണ്ട് മഖീസിൽ തുബൂത്താവുന്നത് അസല് തുബൂത്താവുന്നതായിരിക്കുന്ന ഹുക്കുമിന്റെ ജിൻസിൽപ്പെട്ട വേറൊരു നൗആയ ഒരു ഹുക്കുമാണ്. مثال المساواة في جنس الحكم قياس وضع الصغيرة على مالها في ثبوت الولاية للأب والجد بجامع الصغر، فإن الولاية جنس لولاية النكاح والمال. نعم. هذا النوع. صلى الله تعالى وسلم على خير الخلق.